നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. എൻ്റെ ഭാരത് ലൈവിൻ്റെ പ്രേക്ഷകരോട് ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ നിങ്ങളോട് എൻ്റെ ഏതെങ്കിലും ഒരു വാർത്ത ഷെയർ ചെയ്യാനും പരമാവധി ആൾക്കാരിലേക്ക് എത്തിക്കാനും പറഞ്ഞിട്ടില്ല. എന്നാൽ ഇന്ന് അത്തരമൊരു റിക്വസ്റ്റ് കൂടി ഞാൻ ഈ വാർത്തയ്ക്കൊപ്പം വയ്ക്കുകയാണ്. അതിൻ്റെ കാരണങ്ങളും ഞാൻ കൃത്യമായി പറഞ്ഞു തരാം. ഈ വാർത്ത കാണുന്ന എൻ്റെ പ്രേക്ഷകരെല്ലാവരും, ഞങ്ങളുടെ ചാനലിൻ്റെ പ്രേക്ഷകരെല്ലാവരും ഈ വാർത്ത പരമാവധി നിങ്ങൾക്ക് പറ്റുന്ന എല്ലാ മീഡിയയിലൂടെയും ഷെയർ ചെയ്യണം. കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ മുക്കിവെച്ച, കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടാതെ പോയ, വർഷങ്ങളായി പറഞ്ഞും പഴകിപ്പോയ, ഒരുപക്ഷെ കേരളത്തിലെ ഇടതുപക്ഷവും വലതുപക്ഷവും മതമൗലികവാദികളും കേരളത്തിലെ മാധ്യമപക്ഷവും എല്ലാവരും ചേർന്ന് ഇല്ല എന്ന് സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്ന ലവ് ജിഹാദുമായി ബന്ധപ്പെട്ടുള്ള ഒരു വാർത്തയാണിത്. ലവ് ജിഹാദ് മാത്രമല്ല, പല തരത്തിലുള്ള ജിഹാദുകളുണ്ടെന്ന് കാലാകാലങ്ങളായി കേരളത്തിൽ പല ദേശീയവാദികളും അഭിപ്രായപ്പെടുന്നുണ്ട്. അന്നൊക്കെ അങ്ങനെ ഒരു കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൺമുമ്പിൽ കാണുന്ന കാര്യങ്ങളെ പോലും അങ്ങനെയല്ല എന്ന് വരുത്തി തീർക്കാൻ കേരളത്തിൽ ഇടതുപക്ഷവും മാധ്യമങ്ങളും ചേർന്നുണ്ടാക്കുന്ന, വലതുപക്ഷത്തോടൊപ്പം ചേർന്നുണ്ടാക്കുന്ന ഒരു നറേറ്റീവ് പൊളിച്ചെടുക്കുന്ന ഒരു വാർത്ത. കേരളത്തിലെ ഒരു മാധ്യമവും ഇതുവരെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഏതെങ്കിലും ഓൺലൈൻ ചാനലുകാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. അതിനും വേണ്ടത്ര പ്രാധാന്യം കിട്ടിയിട്ടുണ്ടോ എന്ന സംശയമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത കൂടിയാണിത്. നമ്മുടെ കുട്ടികളൊക്കെ ഇവിടെ നിന്നും പോയി വലിയ വലിയ IT കമ്പനികളിലേക്ക് ജോലി തേടി പോവുകയാണ്. കേരളത്തിൽ നിന്ന് മാത്രമല്ല, കേരളത്തിലും ഇതുപോലുള്ള നിരവധി സംഭവങ്ങൾ ആവർത്തിക്കുന്നുണ്ട്. പലപ്പോഴും ഏതെങ്കിലുമൊക്കെ കുടുംബത്തിന്റെ കരച്ചിലും ഗദ്ഗതങ്ങളുമായി അത് അവസാനിക്കുകയാണ്. നമ്മൾ കണ്ടതാണ് നിമിഷ ഫാത്തിമ എന്ന പെൺകുട്ടിയുടെ അമ്മ ബിന്ദു പൊതുസമൂഹത്തിൽ വന്ന് കരഞ്ഞു പറഞ്ഞ കാര്യങ്ങൾ. ആ അമ്മയുടെ നിലവിളിയായി മാത്രം അത് ഒതുങ്ങി. കേരളത്തിലെ രാഷ്ട്രീയക്കാർക്കൊരു വിഷയമല്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് TCS എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ടാറ്റ കൺസൾട്ടൻസിയിൽ നടന്ന മതപരിവർത്തന ശ്രമങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഒരു വാർത്തയാണ്. അതായത് TCS എന്ന് പറയുന്നത് നാസിക്കിലെ ടാറ്റ കൺസൾട്ടൻസി സർവീസ്. നമുക്കറിയാം, നമ്മളൊക്കെ അഭിമാനത്തോടെ പറയും ആരെങ്കിലുമൊക്കെ ജോലി ചെയ്യുമ്പോൾ TCSലാണ് ജോലി ചെയ്യുന്നതെന്ന്. അപ്പോൾ അങ്ങനെ അഭിമാനകരമായ ഒരു കമ്പനി, ആ കമ്പനിയുടെ നാസിക്കിലെ BPOയിൽ നടന്ന ഒരു സംഭവം, ആ സംഭവം ഇപ്പോൾ വലിയ വാർത്തയായിരിക്കുന്നു. സോഷ്യൽ മീഡിയയിലും ഓൺലൈൻ ചാനലുകളിലും ഒക്കെ ഈ വാർത്ത വന്നെങ്കിലും സാധാരണ മുഖ്യധാരാ മാധ്യമങ്ങൾ കവർ ചെയ്യാത്തത് കൊണ്ട് നല്ലൊരു വിഭാഗം ജനങ്ങളിലേക്ക് ഈ വാർത്ത എത്തിയിട്ടില്ല എന്ന് തന്നെ നമുക്കറിയാം. മലയാള മാധ്യമങ്ങളാണെങ്കിൽ അറിഞ്ഞ മട്ടേ കാണിക്കുന്നുമില്ല. ഏതായാലും ഈ TCS എന്ന കമ്പനി, ആ കമ്പനിയിലെ HR മാനേജർ ഉൾപ്പെടെയുള്ളവർ വലിയ മതപരിവർത്തന ശ്രമങ്ങൾക്ക് സാധ്യതയുള്ള രീതിയിൽ കുട്ടികളെ റിക്രൂട്ട് ചെയ്തുകൊണ്ട്, അവിടെ ഉദ്യോഗസ്ഥരെ റിക്രൂട്ട് ചെയ്തുകൊണ്ട് പല രീതിയിലുള്ള മതപരിവർത്തനം നടത്താനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്നാണ് ഞെട്ടിക്കുന്ന വാർത്തയായി വരുന്നത്. ഏതാണ്ട് 9ഓളം കേസുകളാണ് ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു യുവതിയടക്കം 7 പേരാണ് കേസിൽ അറസ്റ്റിലായിട്ടുള്ളത്. മറ്റൊരു ജീവനക്കാരിയെ ഇപ്പോൾ കാണുവാനില്ല എന്ന വാർത്തയും ഇതോടൊപ്പം തന്നെ പുറത്തു വരികയാണ്. ഹിന്ദു പെൺകുട്ടികളെ ജോലിക്ക് റിക്രൂട്ട് ചെയ്ത് അവിടെ ബാക്കിയുള്ളവരെല്ലാം മുസ്ലിം എന്ന് തന്നെ, ഒരു മതവിഭാഗമെന്ന് ഞാൻ പറയില്ല, മുസ്ലിങ്ങളായിട്ടുള്ള ഉയർന്ന ഉദ്യോഗസ്ഥരെല്ലാം ആ പെൺകുട്ടികളെ ചൂഷണം ചെയ്യുകയും അവർക്ക് ഒരുപക്ഷെ പ്രമോഷൻ കിട്ടണമെങ്കിൽ പോലും മതപരിവർത്തനം വേണം എന്ന നിലയിലേക്ക് അവിടെ എത്തിച്ചേർക്കുകയായിരുന്നു. അതിന് ഉപയോഗിച്ച മാർഗങ്ങൾ ബലാത്സംഗം, അവരുടെ ചിത്രങ്ങൾ പകർത്തൽ, അതുപോലെ തന്നെ നിസ്കരിക്കാൻ ആഹ്വാനം ചെയ്യൽ, ബീഫ് തീറ്റിക്കൽ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. നമുക്കറിയാം, കേരളത്തിൽ കേരള സ്റ്റോറി എന്ത് കോലാഹലമാണ് ഉണ്ടാക്കിയത്. അങ്ങനെയുള്ള സ്ഥലങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടേക്ക് വിടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ചിലർ പരിഹസിച്ചുകൊണ്ട് രംഗത്ത് വരികയായിരുന്നു. ഏതായാലും ഇപ്പോൾ ഈ സംഭവങ്ങളെല്ലാം യാഥാർത്ഥ്യമാണെന്നുള്ളതിന്റെ കൃത്യമായ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഒരു പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് തോന്നിയ സംശയം ആ പെൺകുട്ടിയുമായി സംസാരിച്ച് ഒരു കേസാകുന്നു. ആ കേസുമായി ബന്ധപ്പെട്ട് പിന്നീട്, അതായത് പെൺകുട്ടിയുടെ സ്വഭാവത്തിലെ മാറ്റങ്ങൾ വീട്ടുകാർ ശ്രദ്ധിക്കുന്നു. അങ്ങനെയാണ് ഈ സംഭവം പുറത്തു വരാനുള്ള സാഹചര്യം ഒരുങ്ങിയത്. പിന്നാലെ 8ഓളം കേസുകൾ വീണ്ടും വരുന്നു. ആദ്യമൊക്കെ ഇത് വിശ്വസിക്കാൻ കൂട്ടാക്കാതിരുന്ന മഹാരാഷ്ട്ര പോലീസിലെ 2 വനിതാ ഉദ്യോഗസ്ഥർ 40 ദിവസമാണ് ആ
സ്ഥലത്ത് ജോലി എന്ന വ്യാജേന കയറി പറ്റി ഇതിനെക്കുറിച്ചുള്ള അന്വേഷണം നടത്തി കൂടുതൽ വിവരങ്ങൾ പുറത്ത് വരാനുള്ള കാരണമുണ്ടായത്. ഇവിടെ നമുക്കറിയുന്നത് HR ചുമതലയുള്ള ഒരു യുവതിക്കും ഇതിന് പണം ലഭിച്ചിരുന്നു എന്നുള്ളതാണ്. ഈ മതം മാറ്റം അടക്കമുള്ള കാര്യങ്ങൾക്ക് HR-ന്റെ ചുമതലയുള്ള ഒരാൾക്കടക്കം ഇവർക്കെല്ലാം പണം ലഭിച്ചിരുന്നു എന്നുള്ളതാണ്. ഇതിൽ 2 ലക്ഷ്യങ്ങളുണ്ട്. ഒന്ന്, നിർബന്ധിത മതപരിവർത്തനം എന്നതിന് അപ്പുറം സ്ത്രീകളെ ചൂഷണം ചെയ്യലും മതപരിവർത്തനവും ഒക്കെ എന്നതിനപ്പുറത്തേക്ക് ടാറ്റ കൺസൾട്ടൻസി എന്ന് പറയുന്ന ഈ സ്ഥാപനത്തെ കൂടി ഇല്ലാതാക്കാനുള്ള ശ്രമം ഇതിന്റെ പിന്നിലുണ്ടാകും എന്ന് നമുക്കറിയാം. കാരണം രാജ്യത്തെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു 5 കമ്പനികൾ എടുത്താൽ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2ഓ 3ഓ സ്ഥാനം അലങ്കരിക്കുന്ന ഒരു കമ്പനി എന്ന രീതിയിൽ ഈ കമ്പനിയെ കൂടി തകർക്കുക എന്ന ലക്ഷ്യവും ഇതിന്റെ പിന്നിലുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ നാസിക് പോലീസാണ് ഇപ്പോൾ കേസ് അന്വേഷിക്കുന്നത്. ഈ കേസിൽപ്പെട്ട ആൾക്കാരുടെ പേരുകൾ കൂടി ഞാൻ പറയാം. ആ പേരുകൾ എല്ലാം ഓർത്തിരിക്കാത്തതുകൊണ്ടാണ് നോക്കി വായിക്കുന്നത്. ആ പേരുകൾ: ഡാനിഷ് ഷെയ്ഖ്, തൗസീഖ് അത്തർ, റാസ മേമൻ, ഷാറൂഖ് ഖുറേഷി, ഷാഫി ഷെയ്ഖ്, ആസിഫ് അഫ്താൻ അൻസാരി, HR മാനേജർ നിദ ഖാൻ എന്നിവരാണ് ഇപ്പോൾ അറസ്റ്റിലായ സംഘത്തിലുള്ളത്. മതമാറ്റ സംഘത്തിന്റെ ക്യാപ്റ്റൻ നിദ ഖാൻ ആയിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അവരാണ് പെൺകുട്ടികളുമായി അടുത്തിടപഴകി അവരെ പാട്ടിലാക്കി പലരെയും മതം മാറ്റി ഹിജാബ് ധരിപ്പിച്ച് ഇവരെ കൊണ്ട് നമാസ് ചെയ്യിപ്പിച്ച് ഇങ്ങനെ മതം മാറ്റം നടത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. കേരളത്തിൽ നമ്മുടെ കൺമുമ്പിൽ തന്നെ നമ്മൾ പലതും കണ്ടിട്ടുണ്ട്. IS-ലേക്ക് പോയ പെൺകുട്ടികളെ നമ്മളുടെ മുമ്പിൽ കാണുമ്പോഴും കേരളത്തിലെ ഇടതുപക്ഷവും വലതുപക്ഷവും മതേതരവാദികളെന്ന് പറയുന്ന കേരളത്തിലെ ഇടതു ബുദ്ധിജീവികളെന്ന് അവകാശപ്പെടുന്നവരും കേരളത്തിലെ മാധ്യമ പ്രവർത്തകരടക്കം ലവ് ജിഹാദ് ഇല്ല എന്നാണ് പറയുന്നത്. പിന്നെ എങ്ങനെയാണ് ഈ പെൺകുട്ടികളൊക്കെ അവിടെ എത്തപ്പെട്ടത് എന്ന് കൂടി പറയാനുള്ള ബാധ്യത ഈ ലവ് ജിഹാദ് ഇല്ല എന്ന് പറയുന്നവർക്കുണ്ട്. യഥാർത്ഥത്തിൽ കേരളത്തിലെ പെൺകുട്ടികൾ, കേരളത്തിലെ എന്നല്ല ഇന്ത്യയിൽ ഒരിടത്തും പെൺകുട്ടികൾ ഇത്തരത്തിൽ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് വാസ്തവമായ കാര്യമാണ്. നമ്മുടെ പെൺകുട്ടികളെ മാതാപിതാക്കൾ, പെൺകുട്ടികളെയും ആൺകുട്ടികളെയും നമ്മുടെ കുട്ടികളെ മാതാപിതാക്കൾ കുറച്ചുകൂടി ജാഗ്രതയോടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവർക്ക് ജോലി കിട്ടിപ്പോയാൽ ആ ജോലി കിട്ടി, വീട്ടിലേക്ക് പണം വരുന്നുണ്ട്, അതുകൊണ്ട് മറ്റൊന്നും ചിന്തിക്കേണ്ട, അവരെ കുറിച്ച് ആലോചിക്കുകയേ വേണ്ട, അല്ലെങ്കിൽ അവരെ ശ്രദ്ധിക്കേണ്ട എന്ന നിലപാട് ജനങ്ങൾ മാറ്റേണ്ടതുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് എന്താണ് സംഭവിക്കുന്നത്, അവരുടെ മനസ്സിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്താണ് എന്ന് കുറെ കൂടി മനസ്സിലാക്കാൻ കഴിയണം. നമ്മുടെ കുട്ടികളൊക്കെ IS-ൽ എത്തപ്പെടുന്ന സാഹചര്യം ഉണ്ടായാൽ അത് സഹിക്കാൻ ഒരു മാതാപിതാക്കൾക്കും കഴിയില്ല. ഇപ്പോൾ ലവ് ജിഹാദ് ഇല്ല എന്ന് പറയുമ്പോൾ ഒരു മാധ്യമ പ്രവർത്തക എന്ന രീതിയിൽ പല സംഭവങ്ങൾക്കും ഞാൻ സാക്ഷിയാണ്. പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ ഉണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥ, ആ ഉദ്യോഗസ്ഥയുടെ മകളെ ഇതേപോലെ കാണാതാവുന്നു. പെട്ടെന്ന് വിവാഹം ഉറപ്പിച്ചു വെച്ചിരുന്ന പെൺകുട്ടിയാണ്. നിശ്ചയത്തിലടക്കം ആ പെൺകുട്ടി പങ്കെടുത്തതാണ്. വിവാഹത്തിന് ഡ്രസ്സ് എടുക്കാൻ ചെല്ലുമ്പോൾ എന്തോ ഒഴിവ് കറിഞ്ഞ് മാറുന്നു. താമസിച്ചുകൊണ്ടിരുന്ന ഹോസ്റ്റൽ ഒരു മുസ്ലിങ്ങളുടെ ഹോസ്റ്റലിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. പെട്ടെന്ന് പെൺകുട്ടിയെ കാണാതാകുന്നു. അവസാനം പെൺകുട്ടിയെ കണ്ടെത്തിയത് പോപ്പുലർ ഫ്രണ്ടിന്റെ അവരുടെ മതപരിവർത്തന കേന്ദ്രത്തിലായിരുന്നു എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന വിവരം. ആ പെൺകുട്ടിയെ കാണാൻ പലതവണ മാതാപിതാക്കൾ ശ്രമിച്ചെങ്കിലും അതിന് സാധിച്ചില്ല. എനിക്ക് നേരിട്ടറിയുന്ന കാര്യമാണ്. നേരിട്ടറിയുന്ന മറ്റു 2 സംഭവങ്ങളുണ്ട്. ഞാൻ തന്നെ ഇങ്ങനെ 2 കേസുകൾ, എനിക്കറിയാവുന്ന 2 കേസുകൾ ഞാൻ തന്നെ നടത്തിയിട്ടുണ്ട്. ശംഖുമുഖം പോലീസ് സ്റ്റേഷന്റെ പരിധിയിലും ഒരു കേസ്, മറ്റൊന്ന് മലപ്പുറത്തും. 2 കേസുകൾ എനിക്കറിയാവുന്ന 2 കുട്ടികൾ. ഒന്ന് KMCT എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചിരുന്ന ഒരു പെൺകുട്ടിയും മറ്റൊരു പെൺകുട്ടിയും, മറ്റേ തിരുവനന്തപുരത്ത് തന്നെ ജോലി ചെയ്തിരുന്ന ഒരു പെൺകുട്ടിയും. അങ്ങനെ 2 കേസുകൾ ഞാൻ തന്നെ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ലവ് ജിഹാദ് ഉണ്ട് എന്ന് വളരെ വ്യക്തമായി. ആസൂത്രിതമായ മതപരിവർത്തന ശ്രമങ്ങൾ, അത് പ്രണയം നടിച്ചും സൗഹൃദം നടിച്ചും മതം മാറ്റിയും വിശ്വാസങ്ങൾക്ക് മേൽ കടന്നാക്രമണം നടത്തിയും വിശ്വാസങ്ങളെ ചോദ്യം ചെയ്തും മയക്കുമരുന്ന് നൽകിയും അങ്ങനെ പല വിധത്തിൽ നമ്മുടെ കുട്ടികളെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് എന്നത് വാസ്തവമാണ്. കുട്ടികളെ മാതാപിതാക്കൾ കൂടുതൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ കുറച്ചു കാലം കുട്ടികൾക്ക് വേണ്ടി ജീവിക്കുക. കുറച്ചു കാലം കുട്ടികളോടൊപ്പം കുട്ടികൾക്ക് എന്താണ് മനസ്സിലുണ്ടാകുന്ന മാറ്റമെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയണം. ഏതായാലും ഇത് വലിയൊരു ദുരന്തമാണ്. കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോയ ഈ വാർത്ത എല്ലാവരും അറിയണമെന്നുള്ളത് കൊണ്ടാണ് ഈ വാർത്ത നിങ്ങൾ കാണുന്നവർ ഷെയർ ചെയ്യണമെന്ന ആവശ്യം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത്.